ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് പൊമ്പിളൈ ഒരുമൈ എന്ന ഒരു മലയാളം മൂവി. ഈ മൂവി സൈനപ്ലേയിലാണ് റിലീസായിരുന്നത്. OTTയിൽ റിലീസായിരുന്നു. ഇതിൻ്റെ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിപിൻ ആറ്റ്ലിയാണ്. വിപിൻ ആറ്റ്ലിയുടെ മറ്റു മൂവീസിലൊക്കെ വെച്ച് ഏറ്റവും കിടിലൻ മൂവിയാണ് ഈ മൂവി പൊൻപിള്ളൈ ഒരുമൈ എന്ന് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻഗേജിങ് ആണ് ഈ മൂവി. തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ ഒറ്റ ഇരിപ്പിലിരുന്ന് കണ്ട് തീർക്കും. അതുപോലത്തെ എൻഗേജിങ് രീതിയിലാണ് ഈ മൂവി എടുത്തേക്കുന്നത്. 2 മണിക്കൂർ 5 മിനിറ്റോ 10 മിനിറ്റ് അങ്ങോട്ടാണ് ഈ മൂവി ഉള്ളത്. ആ അത്രയ്ക്ക് സമയം നമ്മളിങ്ങനെ ഒറ്റയിരുപ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. എല്ലാ സബ്ജക്റ്റ് നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിലിപ്പോൾ ഒരു പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് സംശയിക്കുന്നതാണ് അതിന് വേറെ അഫെയർ ഉണ്ടോ എന്നുള്ള ഡൗട്ട്. അപ്പോൾ അത് അഫെയർ ഉണ്ടോയെന്ന് തെളിയിക്കലും അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂ ആണോ എന്ന് തെളിയിക്കുന്നതും അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി അതിൽ ഇറങ്ങിത്തിരിക്കുന്നതാണ്. അതിനെ ഇറങ്ങിത്തിരിച്ചിട്ട് കുറേ പേര് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ലേഡീസ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെയാണ് ഈ മൂവിയിലുള്ളത്. പക്ഷേ അത് എടുത്തേക്കുന്ന രീതി ഒരു രക്ഷയില്ല. തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ ഒറ്റയിരിപ്പിൽ നമ്മൾ കണ്ടു തീർക്കും ഈ മൂവി. അതുപോലെയാണ് എടുത്തിരിക്കുന്നത്. ആ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നതും സ്ക്രിപ്റ്റ് പറഞ്ഞാൽ ഓരോ സബ്ജക്ട്സ് അതിൽ ആഡ് ചെയ്ത് പോകുന്നത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അത് എഡിറ്റ് ചെയ്തേക്കുന്ന രീതി നമ്മളൊരു ലാക്ക് വരുത്താത്ത രീതിയിലാണ് അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല രസമായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ചാലക്കുടിയിലാണ്. അപ്പോൾ ചാലക്കുടിയിൽ അതിൻ്റെ അടുത്ത പരിസരത്തായ അങ്കമാലിയും കറുകുറ്റിയും പിന്നെ ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യണം. അപ്പോൾ എറണാകുളത്ത് പാലാരിട്ടം ഭാഗവും അതൊക്കെയാണ് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമായിരുന്നു. ആ സ്ഥലങ്ങൾ പേഴ്സണലി നമുക്കറിയാവുന്ന സ്ഥലങ്ങളൊക്കെ ഈ മൂവിയിൽ കാണാമെന്ന് പറയുന്നത് അതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആക്ടേഴ്സിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു മെയിൻ ആക്ടേഴ്സൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫ് ബീറ്റ് രീതിയിൽ എടുത്താണെങ്കിലും ഭയങ്കര കോമഡി എലമെൻസും എല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടേഴ്സൊക്കെ നമ്മുടെ ചുറ്റും നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റും കാണുന്ന ക്യാരക്ടേഴ്സ് അവരെങ്ങനെ പെരുമാറുക, അവരുടെ ഡയലോഗ് ഡെലിവറി അതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിരുന്നത്. അത് നല്ല രസമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അവർ ഇതിൽ മെയിൻ ക്യാരക്ടറായ നമ്മുടെ നായിക നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ സുനിത എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് പുള്ളിക്കാരുടെ പേര്. ആ ക്യാരക്ടർ ആൾ നല്ല രസമായിട്ട് തന്നെയാണ് എടുത്തത്. പിന്നെ അതിന് ശേഷം ഹസ്ബൻഡായാലും അതിൽ ബാക്കി ഹെൽപ്പ് ചെയ്യുന്ന ലേഡീസ് അതിൽ എനിക്ക് കുറച്ചുകൂടിയും ഇതുപോലെ ഹോസ്റ്റലിൽ കാണിക്കുന്ന കുറച്ച് ലേഡീസ് ഹോസ്റ്റലിൽ കാണിക്കുന്ന കുറച്ച് ഗേൾസ് ഉണ്ട്. അതിൽ കുറച്ച് പേരുടെ മാത്രമേ അഭിനയിക്കാൻ അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. ബാക്കിയെല്ലാം അത്ര മതി. ശരിക്കും ഒരു ഭയങ്കര റിയലിസ്റ്റിക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് അവർ ആക്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഏറ്റവും നല്ല രസമായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പണ്ടൊക്കെ ദൂരദർശനിൽ കണ്ടിരുന്ന മാൽഗുഡി ഡേയ്സ് അങ്ങനെ കുറച്ച് ഹ്യൂമർ എലമെൻറ്റ്സ് ഉള്ള കുറേ സീരീസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സീരീസിനൊക്കെ കൊടുത്തിരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. അതൊരു പ്രത്യേകതയാണ്. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർസാണ്. ആ സ്റ്റൈൽ തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര അത് ഒരു കുളിർമ തരുന്ന രീതിയിലുള്ള സംഭവമായിരുന്നു. അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാനും രസമായിരുന്നു മൂവി. പിന്നെ ഇതിൽ ക്യാമറ വർക്ക് ഇതിപ്പോൾ ഫുൾ സ്ക്രീനായിട്ടാണ് നമ്മൾ കാണുന്നത് ടി വിയിൽ. അപ്പോൾ അത് ക്യാമറ വർക്കും അതൊക്കെ കളർ ഗ്രേഡിങ്ങും ആ മൂവിക്ക് എന്താ വേണ്ടത് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു മൂവിയാണ്. ഈ ലോ ബഡ്ജറ്റ് ഭയങ്കര ബഡ്ജറ്റ് കുറവാണ്. അധികം കാര്യങ്ങളൊന്നും കാണിക്കില്ല. ഒരു വീടൊക്കെ ഭയങ്കര നാച്ചുറൽ വീട് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ചുറ്റുപറ്റുള്ള ഈ പറഞ്ഞ പോലെ SNDP ഹോളും ചായക്കടയും അതൊക്കെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. എന്തായാലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാവുന്ന അടിപൊളി മൂവി തന്നെയാണ് പൊൻപിള്ളൈ ഒരുമൈ എന്ന മൂവി. നിങ്ങൾക്ക് ഈ മൂവി സൈനപ്ലേയിൽ കാണാൻ സാധിക്കും. OTTയിൽ ആ പൈസ കൊടുക്കുന്നതിൻ്റെ വർത്തുണ്ട് ഈ മൂവി. ഫാമിലിയായിട്ട് തന്നെ കാണാം. അടിപൊളി മൂവിയാണ്. എനിക്ക് 10ൽ 8.5 സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം. പിന്നെ ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക്സ് ഷെയർ ചെയ്യാം. നിങ്ങളത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അതിൽ മെൻഷൻ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.